ചിരിക്കരുതേ. പിന്നെ ചേട്ടന്റെ വീട് ട്രിവാൻഡ്രം, എന്റെ അമ്മയുടെ വീടും ട്രിവാൻഡ്രം ആണ്. അപ്പൊ അങ്ങനെ എന്റെ അച്ഛൻ വേണ്ട ചായ കട നടത്തിയിട്ടുണ്ടെന്ന്. അല്ല, എന്റെ അച്ഛനുണ്ട് ഏതോ മുത്തുച്ചാമിയാണെന്ന് തോന്നണേ. ഷാജി കേട്ടാ ഇവിടെ അരുതബു അരുത്. ദേവതയെ പോലെ ആയിരുന്നു ഇബ്രാഹിത്തിന്. ഞാൻ കൈരളി ഇവിടെ ഇന്റർവ്യൂ കണ്ടായിരുന്നു. അവന്റെ സമനില തെറ്റിയിരിക്കുക പാവം. പൊട്ടനെ പോലെയായിരുന്നു ആ ഇബ്രാഹിത്തിന്. പൊട്ടൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ മരപ്പൊട്ടൻ. അവനവന്റെ കയ്യിലിരിപ്പിന്റെ ഗുണം അവനവൻ തന്നെ അനുഭവിച്ചു തരണം. നവ്യ നായരെയും മീര ജാസ്മിനെയും കല്യാണം കഴിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് നടന്നിരുന്ന ഒരു ക്ലാരിറ്റി ഇല്ല. ദേവതയെ കാണുമ്പോഴേ ഇപ്പൊ എനിക്കൊക്കെ ഒരു കുറ്റം തോന്നുന്നുണ്ട്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ തീരെ പ്രൊഡക്റ്റീവ് ആയിരുന്നില്ലല്ലോ. ഇപ്പോഴും ഞാൻ പറയുന്നത് അത് തന്നെ, അവൾ നോർമൽ അല്ല. ഇപ്പൊ കളിയാക്കട്ടോ, ഞാൻ സീരിയസ് അതിന് ഞാൻ എന്ത് വേണം? അങ്ങനെ പറയാം. മനപ്പൂർവ്വം ചെറിയ കുട്ടീനെ വെച്ച് ഇങ്ങനെ കളിയാക്കുന്ന ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും. ഉദ്ഘാടനങ്ങൾ ചെയ്യുന്നു. ഇത് കളിയാക്കണ ഉദ്ഘാടനം ചെയ്യുന്ന പ്രൊഡക്ടിവിറ്റിയുടെ ഭാഗം. അല്ല എന്തെങ്ങനെയൊക്കെ പറയണേ. പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം. എന്തൊക്കെയായി കുട്ടിയിൽ നിന്ന് പഠിച്ചത്? തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. പക്ഷെ ആവശ്യമില്ലാത്ത ആൾക്കാരോട് സംസാരിച്ചിരിക്കും സമയം കളയേണ്ട കാര്യം. നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോവുക, അതാണ് പ്രധാന കാര്യം. അതെ, നമ്മൾ കൂട്ടുകാരെ തെരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധിക്കണം. അല്ല അങ്ങനെ നീ ഒരു ഹിമാലയ ഫ്രോഡാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ അടുത്ത് നമ്പർ ഇറക്കിയാലുണ്ടല്ലോ നിന്നെ മടക്കി ഒടിച്ച് ചീട്ടി കൂട്ടും ഞാൻ. പിന്നെ അങ്ങനെ കൂട്ടുകൂടിയിട്ട് നമുക്ക് അയാളെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഒരു ഉപകാരം വേണം. പൊട്ടന്മാര് അങ്ങനെ ഒരു ഉപകാരം ഇല്ലാത്തവരോട് സംസാരിച്ചിട്ട് എന്ത് കിട്ടും, അതെ അതെ, ആ ഒരു ചിന്ത ദേവനന്ദയിൽ നിന്ന് ഞാൻ പഠിച്ചു. എന്തിനാണ് ഈ ആളോട് ഞാൻ സംസാരിച്ചിട്ട് എന്ത് കിട്ടാനായി, ഒരു കാര്യമില്ലാത്ത ഒരാൾ അങ്ങനെ തോന്നി കാണണം. അവനവന്റെ കയ്യിലിരിപ്പിന്റെ ഗുണം അവനവൻ തന്നെ അനുഭവിച്ചു തരണം. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും